മാഷാ അല്ലാഹ് ബദരീങ്ങളാണ്ടൊക്കെ കുറിയും നമ്മുടെ നാട്ടിലൊക്കെ സജീവമാണ്. അതെ, ബദരീങ്ങളെ പിന്നെ പഴയ കാലത്തെ പോലെ കഥാപ്രസംഗമൊന്നും ഇല്ലാന്നുള്ളൂ. ബദർ മൗലിദും അങ്ങനത്തെ സജീവ സദസ്സുകളും ബദരീങ്ങളെ പേരിലൊക്കെ ഭക്ഷണ വിതരണങ്ങളും ഒക്കെ എല്ലാ മഹലിലും കൂടുതൽ സജീവമായൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ പറയുന്നുണ്ട് ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ ബദരീങ്ങളെ പേരിലും നേർച്ചപ്പെട്ടില്ലാത്തത്. പല ചർച്ചയാണ്. അപ്പം ഇവര് മനസ്സിലായി നേർച്ചപ്പെട്ടി ഇപ്പം എല്ലാത്തിനും പോയിണല്ലോ, കാലം മാറി. ഇപ്പം നേർച്ചപ്പെട്ടിയൊക്കെ ഓൺലൈനിൽ. അപ്പം നേർച്ചയും അതിക്കുള്ള അതൊക്കെ ബദരീങ്ങളെ പേരിൽ സദസ്സ് സംഘടിപ്പിക്കാൻ പൈസ വേണമല്ലോ. ഏത് കാര്യത്തിനും ഇപ്പം അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതായിരുന്നു പഴയ കാലത്ത് ആൾക്കാർ നേർച്ച വരും, അതിനൊരു കുറ്റി ഉണ്ടാവും. ഇന്നിപ്പോൾ അതിന് ആധുനിക സൗകര്യം വന്നു, സ്വരൂപിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് മുമ്പ്. അതിപ്പം പിന്നെ എല്ലാവർക്കും ഉണ്ടായില്ല കുറ്റിയും. പള്ളിക്കുറ്റി ഉണ്ടായിനി, ബദരീങ്ങളെ പേരിൽ നേർച്ചകൾ അതിന് കുറ്റി ഉണ്ടാവും. പള്ളിക്കുറ്റി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിനല്ലോ. മുൻകാലത്ത് ഇപ്പോൾ മുജാഹിദാണെങ്കിൽ ഓല പള്ളിക്കുണ്ടാവും പള്ളിക്കുറ്റി. ഇപ്പോൾ പോലും വല്ലാതെ കുറ്റി വെക്കണില്ല, കാരണം എല്ലാം അക്കൗണ്ടിലാണ്. അത് റൂട്ട് മാറിയെന്നതാണ്, അല്ലാതെ ഓല എന്തോ പരിപാടി കൊണ്ട് ഇവിടെ അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ ബദർ ദിനത്തിൽ കേൾക്കുന്ന ബദർ മൗലിദുകളുണ്ട്. ഈ മൗലിദ് രചിച്ചത് ആരാണ്? അതിപ്പം നമ്മളെ സാധാരണ മിക്ക സ്ഥലത്ത് ഓതുന്നതായിരിക്കും. ബദർ മൗലിദുകൾ ധാരാളമുണ്ട്. നമ്മളെ കേരളീയ പണ്ഡിതന്മാർ തന്നെ ധാരാളം ബദർ മൗലിദ് രചിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മളെ നാട്ടിൽ സാധാരണയൊക്കെ ഇപ്പം എല്ലാവർക്കും കാണാൻ പാടില്ല തവസ്സൽന ബിസ്മില്ല വബിൽ ഹാദി റസൂലില്ല വകുല്ലി മുജാഹിദില്ല വാഹിലി എന്നാണ് ഫസ്റ്റ്. ബിക്ക് വരാനായില്ല. വാഹിലിൽ ബദീരി യാ അല്ലാ എന്ന് തുടങ്ങുന്ന ആ ബൈത്ത് തവസ്സുൽ ബൈത്ത്, അതടങ്ങുന്ന ആ ഒരു മൗലിദ് അത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ഉണ്ടാക്കിയതാണ്. പൊന്നാനി ആലിമാണ്, പൊന്നാനി മലബാരിയാണ്, പൊന്നാനിക്കാരനാണ് മൂപ്പര്. പൊന്നാനി മഖ്ദൂമിൻ്റെ ആ ബന്ധത്തിലൊക്കെ വന്ന് പൊന്നാനിക്കാരെന്നാണ് അതൊക്കെ ഇവിടെ ഉണ്ടാകണതൊക്കെ. മൂപ്പര് നമ്മളെ അഹമ്മദ് ഖോയ ഷാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഇവരൊക്കെ ഉസ്താദാണ്. നമ്മുടെ ചാലകത്ത് ഇവരൊക്കെ നമ്മൾ ഉസ്താദ്മാരൊക്കെ ഉസ്താദായിട്ട് വരുന്ന ഒരാളാണ് മൂപ്പര്. അപ്പോൾ ഉസ്താദ്മാരൊക്കെ ഉസ്താദും കൂടി ആ ഒരാളെ രചനയും കൂടിയാണ്. അതാണ് നമ്മളെ കേരളത്തിന് കേട്ട അത്ര വളരെ പ്രചാരം നേടിയ ഒന്ന്. നമ്മൾ പിന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു പള്ളിയിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തു. അവിടെ വടുതല, നമ്മളെ ആലപ്പുഴ ജില്ലയിലെ വടുതല, അവിടുത്തെ ആ പള്ളിയിൽ അവിടെ മൂപ്പര് ദർശനത്തിയിരുന്നു. ആ പള്ളിയിൽ നിന്നാണ് മൂപ്പര് ഈ രചന നടത്തുന്നത്, ഈ ബദർ മൗലിദ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ അത് മുഖ്തസറായിട്ട് നമ്മൾ ഓതുന്നത്. അതിന് ലാസ്റ്റത്തെ ബൈത്താണ് തവസ്സൽ. അതിന് മുന്നത്തെ ബൈത്തിലൊക്കെ ഇസ്തിഹാസയാണ്, യാഹില ബദർ ഷുഹദ ഓ ബദരീങ്ങളെ എന്നുള്ളത്. അങ്ങനെയുള്ള പിന്നെ ബദർ, ആ ബദർ മൗലിദ് ഈ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ രചിച്ച അതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ കൂടുതൽ പള്ളികളിലും ഈ ദിവസങ്ങളിൽ വ്യാപിച്ച് നടക്കുന്നത് അതന്നെ. ഇതേപോലെ ബദർ മൗലിദ് വേറെ രചിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ മലബാറിൽ തന്നെ പല പണ്ഡിതന്മാരും വേറെ രചിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതൽ പ്രചാരത്തിൽ നേടിയതാണ്. ഇപ്പോൾ കിടങ്ങഴി ഇബ്രാഹിം മുസ്ലിയാർ, നമ്മളെ മലപ്പുറം കാവന്നൂർ കിടങ്ങഴി ഇബ്രാഹിം മുസ്ലിയാരാണ് ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഷറഹു സദർ എന്നാ മൗലിദിൻ്റെ പേര് മൂപ്പര് രചിച്ചതാണ്. അതേമാതിരി ബിഗയത്തുൽ മുഹിബ്ബീൻ ഫി മനാക്കിബി അഹ്ലി ബദർ, തിരൂരങ്ങാടി അലി ഹസൻ മുസ്ലിയാർ. ഇതൊക്കെ അതിൻ്റെ പഴയ കോപ്പിയൊക്കെ പലയിടത്തും ഉണ്ട്. പിന്നെ തൊറബുൽ അറബ് ബിസാദാത്തി ബദരി സ്വഹബ്, വാടാനപ്പള്ളി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ വേറെ രചനയാണ്. ഒക്കെ ബദർ മൗലിദാകുമ്പോൾ കുറച്ച് വിഷയങ്ങൾ പറയും, പിന്നെ ബൈത്തുൽ ഇത്. അപ്പം ബദർ മൗലിദാണ് ഞാൻ പറയുന്നത്. മിഫ്താഹുൽ വഫർ, നമ്മളെ വൈലത്തൂർ ബാവുസ്ലിയാർ, നമ്മളെ ഹസൻ ഉസ്താൻ്റെ ഉസ്താദ് കൊടുക്കാനുണ്ടായി, ബാവുലിയരെ ഒരു മൗലിദാവാണ്. ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞതും അറിയാത്തതും ധാരാളം ഉണ്ട്. അതിന് കൂടുതൽ പ്രചാരം നേടിയത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ഈ ഓരോ മൗലിദ് കിത്താൻ ഓരോ ശൈലി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ശൈലി എന്ന് വെച്ചാൽ അതിൽ ബദർ യുദ്ധമല്ല അതിന് കൂടുതൽ പറയുന്നത്, ബദരീങ്ങളെ മഹത്വമാണ്. ബദരീങ്ങളോട് ബന്ധപ്പെട്ടാൽ അതിലുള്ള ഇപ്പോൾ ഹജ്ജ് യാത്രക്ക് പോയപ്പോൾ പേർക്ക് കാവലിനായി ബദരീങ്ങളെ പേര് എഴുതി വെച്ചു. അവിടെ കള്ളന്മാർ വന്നപ്പോൾ എന്തോ ശബ്ദം കേട്ടു, കാത്ത സിലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബദരീങ്ങളെ മഹത്വങ്ങളാണ് അതിൽ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും ഓരോ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത് ഈ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എഴുതിയ ആ മൗലിദാണ്. ഇപ്പോൾ ബദർ മൗലിദിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൊല്ലി വരുന്ന ബദരിയത്ത് ബൈത്തുകളുണ്ട്. അതൊക്കെ ഈ മജ്ലിസ് നൂർ പോലെ അതിലൊക്കെ ചൊല്ലുന്ന ബദരിയത്ത് ബൈത്തുകളുണ്ടല്ലോ, അതൊക്കെ രചിച്ചത് ഈ കേരളക്കാരനായ ഉസ്താദ്മാർ തന്നെയാണോ? നമ്മൾ അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബദരീങ്ങളെ മൗലിദുണ്ട്, ബദരീങ്ങളെ പേര് മാത്രമുള്ള ബദരിയത്ത് ബൈത്തുകളുണ്ട്, അതും ധാരാളം ഉണ്ട്. അതിലിപ്പോൾ ഈ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരെ മൗലിദ്
ഉന്നതമായതുപോലെ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരം നേടിയതാണ് ഇപ്പം കണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും മജ്ലിസുന്നൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുക. അപ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ഒരു കൈയാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ ആ ബദരിയത്ത് ബൈത്ത് എല്ലായിടത്തും ചെല്ലാൻ നിർദ്ദേശിച്ചു. അതിന് ആ സദസ്സിന് മൂപ്പിൽ വെച്ചൊരു പേരുമാണ് മജ്ലിസുന്നൂർ. അപ്പോൾ വലിയൊരു ഉഷാറായി. തങ്ങളങ്ങനെ പലതിനും പ്രത്യേക ഒരു കൈയുള്ള ആളുമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും മജ്ലിസുന്നൂർ എന്നുള്ള ഏതായാലും ആ ബൈത്ത് നമ്മളെ കേരളക്കാരൻ തന്നെ രചിച്ചാണ്. അത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളന്മാരൊക്കെ ഇങ്ങനെ ചൊല്ലി പോരുന്ന ഒരു ബൈത്താണ്. ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ് എൻ്റെ പേര്. അങ്ങനെ പേരിൽ അറിയപ്പെട്ട ബൈത്താണത്. റിദ്വാനു റബ്ബി അൻകുമു യാ അഹ്ല ബദിരിം മിൻകുമു നർജൂന ജാതൻ തുക്റമു കൂനു ലനാ യഹൂദനാ. അത് കാണാപ്പാടല്ലാത്തൊരു മാരും ഉണ്ടാവില്ല. അതിലുള്ളതാണ് നമ്മളെല്ലാവരും എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന ദണ്ണം വബ നിങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം. ഇതൊക്കെ അതിലുള്ളതാണ്. ദണ്ണം വബ വസൂരി എന്നാണ്. ചില ദണ്ണം വാവ സൂരിയും വേറെന്തോ മനസ്സിലായി. അന്ന് വസൂരി രോഗേ നാട്ടിൽ പിന്നെ വ്യാപിച്ച കാലത്ത് അതിനും കൂടിയൊക്കെ കാവലായിട്ട് ബദരീങ്ങളെ വിളിച്ച് തേടാണത്. അതാണ് അബ്ദു ബിസ്മിൽ വാഹിദി എന്നൊക്കെയുള്ള ഇത്. പിന്നെ അതന്നെ അതാണ് അതിൻ്റെ ഇടത്തേട്ടം തന്നെ അങ്ങനെ വസൂരി പ്ലേഗ് ഇങ്ങനത്തെ രോഗം ഇവിടെ വ്യാപിച്ച സമയത്താണ് ആ ബദ്രിയത്ത് ബൈത്ത് ഇവിടെ സജീവമാണ്. ഇത് രചിച്ചത് മങ്കരത്തൊടി മുഹമ്മദ് മുസ്ലിയാരാണ്. നമ്മളെ മലപ്പുറം കോടൂര് പള്ളീൻ്റെ മുന്നിലാണ് മൂപ്പര കബറുള്ളത്. അതൊക്കെ സാധാ അവസ്ഥയുള്ള കബറുകളാണ്. അന്നത്തെ ഉലമാൻ്റെ ആദത്വം അങ്ങനെയാണല്ലോ. അപ്പോൾ മൂപ്പരാണ് ആ ബൈത്ത് ഉണ്ടാക്കിയത്. മൂപ്പർ അതിൻ്റെ ആ ഇശലി അത് ചൊല്ലിപ്പോകാൻ എല്ലാവർക്കും ഒരു സുഖമുണ്ടല്ലോ. അത് അവരൊക്കെ കാലത്ത് തന്നെ പഴയ കാലത്ത് ഒരു ബൈത്ത് ഇവിടെ വ്യാപിച്ചൊരു ബൈത്ത് തന്നെയാണ്. അള്ളാൻ്റെ ഇസ്മിനെ വെച്ചിട്ട് അസ്മാഉൽ ഹുസ്നെ വെച്ചിട്ട് അള്ളാൻ്റെ ഇസ്മ വെച്ചിട്ടുള്ള തേട്ടലിൻ്റെ ബൈത്ത്. യാ കാശിഫല്ലി കുറൂബിന യാ ഫാരിജല്ലി ഹുമൂമിന അൻതൽ ലതീഫു ഫഇന്നന നദ്ഉക ബിസ്മിക റബ്ബന. അത് ഇവിടെ വ്യാപിച്ചൊരു ബൈത്തിന് പഴയ കാലത്ത്. ആ നദൂക ബിസ്മിക റബ്ബന എന്നുള്ള ഇങ്ങനെ പോന്നപ്പോൾ ബഹുമാനപ്പെട്ടവരിവിടെ ആ നിലക്ക് ഇങ്ങോട്ട് തുടങ്ങി അതൂക്കയാ മൗലാലന ഉണ്ടോ. അപ്പോൾ ആ ബൈത്തിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ കവിത ബഹുമാനപ്പെട്ടവരുണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ബൈത്തുകൾ ബദരീങ്ങളെ ബൈത്ത് തന്നെ ഇപ്പോൾ വേറെയുണ്ട്. ഇത് കാണാം. അപ്പോൾ ഉണ്ടോ വസീലത്തു ദുറർ ബി അസ്മായി അഹ്ലിൽ ബദർ. ഇത് വേറെ ഒരു ബദരിയത്ത് ബൈത്താണ്. പൊന്നാനി കട്ടിലുങ്ങൽ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ മൂപ്പര് രചിച്ച ഒരു ബൈത്താണ്. ഇങ്ങനെ പല ബൈത്തുകൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം അതിൻ്റെ രണ്ടുപേരി അൽഹംദുലില്ലാഹി അലാ സൂഇൽ ഖളാഇ വൽ ബലാ ثم الصلوات على أول أهل البدر محمد خير الملا والصحب تباع ولا فارفع إلهي من بلا بحق أهل البدر. ഇങ്ങനെ പൂരണ ബൈത്താണ്. ഇതുപോലെ ഒരുപാട് ഇതുണ്ട്. ഫൽജൗൽ മുതവസ്സിലീൻ ബിസാദാത്തിൽ ബദരീൻ. ഇതൊരു വേറെ ബദരീങ്ങൾ അസ്മാ വെച്ചിട്ടുള്ള ഒരു ബൈത്താ കാവ്യ. ഇത് കോക്കൂര് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നമ്മളെ ചങ്ങരംകുളത്തുനിന്ന് അതിൻ്റെ അടുത്തുള്ള കോക്കൂര് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ രചിച്ച ഈ കോക്കൂര് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരൊക്കെ സഹപാഠിയാണ്. മൂപ്പര് രചിച്ച കിതാബാണിത്. ഇതുപോലെ പിന്നെ അൻവാറുൽ ബസർ ബി അഖ്ബാരി ബദർ കൈപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ രചിച്ച്. അത് ആദ്യം ഇവിടെ വളരെ പഴക്കമുള്ള ഒരു 2000 ബൈത്തുണ്ട്. വളരെ വിശേഷം. പിന്നെ അതേമാതിരി തന്നെ ജൽബുൽ മുന വദഫ് ഇൽ ആന യൂസുഫുൽ ഫൊദഫരി പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ കാര്യമായ ആളായിരുന്നു. അവർ രചിച്ചാണ്. പിന്നെ താജീലുൽ ഫുത്തൂഹ് കൊണ്ടോട്ടി നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ താജീലുൽ ഫുത്തൂഹ്. താജുൽ വസായിൽ പാങ്ങിലാമുട്ടിയിലേരി സമസ്തൻ്റെ. അൽ മൻലൂമത്തു ദുരിയ കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ. പിന്നെ റിഹാബു സദർ ബി സിഹാബിൽ ബദർ അഹമ്മദ് കോയ ഷാലിയാത്തി. പിന്നെ അൽ ഖസീദത്തുൽ ബദരിയനുണ്ട് തിരൂരങ്ങാടി ബാപ്പ മുസ്ലിയാർ. ഇപ്പം ഈ മഹദറത്തുൽ ബദരി അടക്കുമല്ലോ എ പി ബാത്തിൻ്റെ കീഴിലൊക്കെ അന്നല്ല പറയൽ മഹദറത്തുൽ. അതിൽ ചെല്ലുന്നത് ഒരിതാണ് ആ ബാപ്പ മുസ്ലിയാരെ ഈ ബൈത്തുകളാണ്. വലക്കത് അത്തൈന ബാബക്കും റളിയല്ല അൻകുല്ലിഹിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല വരികളാണ്. ബാപ്പ മുസ്ലിയാർ വലിയ ഉഷാർ കവിയായിരുന്നല്ലോ.
മുമ്പ് കാലങ്ങളിൽ കേരളത്തിൽ ഒരുപാട് ഈ ബദർ ബൈത്തുകൾ, തവസ്സുൽ ബൈത്തുകൾ ഇതൊക്കെ രചിക്കുകയും ആളുകളെ കൊണ്ടുനടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എമ്പാടും മനസ്സിലാണ്. ധാരാളം നടന്നിട്ട് ഇതൊക്കെ ഇപ്പം നമ്മളൊരു അന്വേഷണത്തിലും കണ്ടെത്തലുകളും കിട്ടിയത് മാത്രമാണ്, കാണാതെ പോയത് ധാരാളം ഉണ്ടാവും. ഇപ്പം മഞ്ചേരി പഴയ ജുമാഅത്ത് പള്ളിയിൽ അവിടെ തന്നെ അതിന് മുന്നിൽ തന്നെയാണ് അവിടുത്തെ ഖബർ. മൂപ്പരെ പേര് ഇപ്പം ഞാൻ ഓർമ്മയില്ല, കാര്യമായ ഒരു ഉസ്താദ് ഉണ്ടായി. അവർ ഇതേമാതിരി ബദരീങ്ങളെ തവസ്സുലാക്കിയൊക്കെ രചിച്ച ബൈത്തുണ്ട്. ഒരിക്കൽ ആ പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഖുതുബഹാനെ കയറിയപ്പോൾ അതിൻ്റെ വളരെ നുരുമ്പിയ കോപ്പികൾ അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, ആ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്നാണ് ബദരിയ മുസീലാത്തുൽ ദറർ വ മഫാത്തിഹുൻ നസർ ബി വസാഇലി സാദാത്തി അസ്ഹാബിൽ ബദർ. ഇത് പിന്നെ നമ്മളെ ചാവക്കാട് ബുഹാറ അവിടെയുള്ള സയ്യിദ് മുസ്തഫ മുത്തുകോയ തങ്ങൾ മൂപ്പര് പിന്നെ ഉണ്ടാക്കിയതാണ് ഈ ബൈത്ത്. ഇത് അതുപോലെ തന്നെ ബദരീങ്ങളെ വെച്ചിട്ടുള്ള ഒരു നല്ല ബൈത്താണ്. യാ ഷാഫിയല്ലി ദാഇന യാ ഫാരിജല്ലി ഹുമൂമിന യാ മൻ യുജീബു ദുആഅന സഹിൽ ബിഹിം ഉമൂറന. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബൈത്താണ്. ധാരാളം ഉണ്ട്. നമ്മളെ മലബാറിൽ വലിയ ബദരീങ്ങളായിട്ട് വലിയ ബന്ധം തന്നെ ഈ ജനങ്ങളുടെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പഴയ കാലത്ത് ഉലമാ വലിയ ഹിദ്മകൾ അതിനും ചെയ്തിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് മൗലിദുകൾ, ബദർ മൗലിദുകൾ, ബദർ ബൈത്തുകളൊക്കെ കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മൗലിദുകൾ, ബൈത്ത്, പിന്നെ നമ്മൾ മിനിയാന്നൊക്കെ പറഞ്ഞ പടപ്പാട്ടുകൾ ബദരീങ്ങളുടെ പേരിൽ ധാരാളം. അവൻ ബദരീങ്ങളുമായിട്ട് സജീവ ഇടപെടൽ തന്നെയാണ് കേരളത്തിൽ. ഇതൊക്കെ ഒരുപാട് പ്രചോദനങ്ങളും ഉത്തേജനമായിരുന്നു ജനങ്ങൾക്കൊക്കെ. അതെ. ഉസ്താദും ഇതിൽ ഒരു ബദർ ബൈത്ത് രചിച്ചിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ ഈ മുൻഗാമികളൊക്കെ ഇത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന സംഭവം കാണുമ്പോഴേ നമുക്കൊരു താല്പര്യവും സന്തോഷവും ഉണ്ടാവില്ല. പിന്നെ അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില അവസരങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ബദർ രചന നടന്ന മിക്ക സംഭവങ്ങളും ഇപ്പോൾ ബുർദ അവർക്കൊരു പ്രധാന പ്രതിസന്ധി നേരിട്ടപ്പോൾ മൂപ്പര് അതിലേക്ക് നീങ്ങാണ് എന്നതുപോലെ നമ്മുടെ മങ്കൂസ് മൗലിദ് നാട്ടിലന്ന് ബലാഗ് ഉണ്ടാകുമ്പോൾ ഈ രചനകൾക്കൊക്കെ പിന്നാമ്പുറം. അപ്പോൾ കോക്കൂർ കുഞ്ഞാമത് മുസ്ലിയാരുടെ ബദറിൻ്റെ രചന അന്ന് ഈ നാട്ടിൽ ഈ ഖിലാഫത്തിന് ഈ ബ്രിട്ടീഷുകാരുടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നമൊക്കെ മൂപ്പര വരി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പാട്ടിന് മോചനം തേടിയിട്ടാണ് എഴുതിയത്. അപ്പോൾ അതിന് ഫലം കാണുന്നുണ്ട്. എന്നതുപോലെ നമ്മളിപ്പോൾ ഇന്നലെ കടായിക്കൽ മൊയ്തീൻകുട്ടി സാഹിബ് പറഞ്ഞൊരു വലിയ പാട്ടുകാരനായിരുന്നു. മൂപ്പരന്ന് ബ്രിട്ടീഷർ കണ്ണൂർ സെൻട്രൽ ജയിലിലും മറ്റൊക്കെ ഇട്ട് ബദരീങ്ങളെ വിളിച്ചു തേടുകയാണ്. കാരണം അള്ളാഹ് വലിയൊരു സഹായികളാക്കി വെച്ചവരാണ് അവർ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം എന്നതുപോലെ നമുക്കും ഉണ്ട്. നമ്മൾ വന്ന് നമ്മളെ വലിയ നീറുന്ന പുകയുന്ന ചില പ്രശ്നങ്ങൾക്ക് പ്രതിവിധി തേടിയോണ്ടാണ് അതിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ മശായഖന്മാരുടെ ഇടപെടലുണ്ടായി. അങ്ങനെ അത് രചനയായി ഒളിച്ചം കണ്ട് വലിയ സന്തോഷമായി. ഇപ്പം അതുപോലെ തന്നെ ഏതോ ഒരു ഇപ്പോൾ ഷഫീഖ് ഫാദിലിയോ ഒക്കെ വേറെ നമ്മളിപ്പോഴത്തെ പല ആളുകളും ഇങ്ങനത്തെ വിഷയത്തിൽ രചന ഉണ്ട്, ഒരു ബദരീങ്ങളെ പറ്റി രചന. അങ്ങനെ പുതിയ ഈ ആൾക്കാരും ഇപ്പോൾ അതിലൊക്കെ രചനകളിൽ വരുന്നുണ്ട്. ബിരീത്തുൽ അഹ്മർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആ ചെറിയ രചന ഉള്ളത്. ബദർ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇതിൽ നമ്മൾ വിളിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഇപ്പോൾ വളപ്പിൽ അബ്ദുൽ ഉസ്താദിൻ്റെ ഒക്കെ ബദരീങ്ങളെ മനാക്കിബാണ് അതിൽ വ്യാപകമായിട്ടുള്ളത്. നമ്മുടെ ഈ മൗലിദ് നമ്മൾ ഇതിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ബദർ യുദ്ധത്തിൻ്റെ ചെറിയൊരു യുദ്ധവിവരണമാണ്. എപ്പോൾ തുടങ്ങി, എങ്ങനെയൊക്കെ സ്വഹാബത്ത്, എത്ര ആളുണ്ടായിരുന്നു എന്നുള്ള ചെറിയൊരു വിവരണം. പിന്നെ അതിൻ്റെ അവസാനം ബദരീങ്ങളെ അസ്മാ മൊത്തം തവസ്സലിൻ്റെ ആ ഈ ടൂണിൽ ഇശയിൽ തന്നെ ബദരീങ്ങളെ വഹല്ലാദും ബി ഹല്ലാദി വഹല്ലാദും ബി ഹല്ലാദി റാഷിദ് അബുല്ലി ഹല്ലാദി അബൂദാവൂദ് മദദുല്ലാ അങ്ങനെ ജമ്മ് ചെയ്തിട്ട് അസ്മാഉൽ ബദർ മൊത്തം ആ ഇശലിലാണ്. അതിൽ പിന്നെ പ്രത്യേകം വേറെ ഒന്ന് ശ്രദ്ധിച്ചു. നമ്മൾ സാധാരണ ഇപ്പം നേരത്തെ പറഞ്ഞ ചൊല്ലി പോരുന്നെ മജ്ലിസ് നൂറിലൊക്കെ ഉള്ള ആ ബൈത്ത് വളരെ മഹത്തുള്ള ബൈത്താണ്. അതോടൊപ്പം അതിൻ്റെ കോർവയിൽ ഇപ്പോൾ ചില ബൈത്തുകളിലൊക്കെ നോക്കുമ്പോൾ ഓരോ സഹാബിൻ്റെ പേര് ആണ് മുറിയും. ഇപ്പോൾ തുഫൈൽ റാഫി വത്തു ഫൈലുല്ലനാവസു വൈബിത്തു തുലൈബുഹും സഹിലും വത്തു ഫൈലുൻ സലീത്തുൻ അബ്ദുള്ള. ഇപ്പോൾ തുഫൈൽ എന്നുള്ളത് തു ഫൈലുൻ ഇങ്ങനെ വരും. അത് ബൈത്തിൽ ഇത് പറ്റും. ബൈത്തിൽ ഇങ്ങനത്തൊക്കെ ഒന്നും ഒരു മോശമോ കുറവോ ഒന്നും അല്ല. നമ്മളേക്കൊക്കെ സൂചനയായിട്ട് നമ്മളെ ദർസലൻ നഹ്വിൻ്റെ കിതാബില്ലേ തൊഫ വലിയുത്തിറാരിൻ സൊർഫ് വൈരിൽ മുൻസരിഫ് വഖസ്റു മംദൂദിൻ വഫിൽ അക്സ് ഇഖ്തുലിഫ് അങ്ങനത്തെ അതൊക്കെ പറ്റും. അപ്പോൾ ഇതും പറ്റും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും അത് ചേർത്തി തന്നെ പറയുമ്പോൾ വേറൊരു സന്തോഷം തോന്നുമ്പോൾ അപ്പോൾ ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി ആ നിലക്കാണ് നമ്മൾ വരികൾ നമ്മൾ കൊണ്ടുപോയത്. അപ്പം ഏതായാലും സന്തോഷമായി. നമ്മളന്നിപ്പോൾ തന്നെ പേര് മുഴുവനായിട്ട് വരും. പിന്നെ ഇപ്പം ഈ അബൂ കബിഷ, അബൂ ഹബ്ബ, അബൂ ഹന്ന അത് രണ്ട് കെലിമത്താണല്ലോ. അത് മുറിയണതിന് കുഴപ്പമില്ല. ഒറ്റ പേര് ഇപ്പം പിന്നെ സുവൈബത്ത് സു വൈബിത്തുന്നോ തു ഫൈലിന്നോ ഇങ്ങനെ മുറി വരാതെ ഒന്ന് ശ്രദ്ധിച്ചു മാത്രം.
മുൻകാലങ്ങളിലൊക്കെ ഓരോ ഗ്രന്ഥങ്ങൾ രചിച്ചു കഴിഞ്ഞാൽ സമകാലികരായിട്ടുള്ള പണ്ഡിതന്മാരെ ഒക്കെ കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ ഈ കാവ്യം രചിച്ചിട്ട് ആരെങ്കിലും ഇടപെടുത്തിയോ? അത് നിർബന്ധമായിട്ടും വേണമല്ലോ. മുൻഗാമികൾക്കൊക്കെ ഉള്ള നടപടിയാണ്, ആവശ്യമാണ്. നമ്മളിപ്പോൾ എന്തോ രചനയൊക്കെ ഉണ്ടാക്കിയാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റവും പ്രധാനം നമ്മുടെ മശായിഖന്മാരൊരു പൊരുത്തും ഓലൊരു നോട്ടും ഓല ഭാഗത്തു നിന്നുള്ള അതിന് സമ്മതങ്ങളുമാണ്. പിന്നെ അതോടൊപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയമാണ് സമകാലികരെ കാണിച്ചിട്ട്, കാരണം ഞാൻ വല്ല ഈ വാർത്തകളിലോ മറ്റോ അതൊക്കെ ഒന്ന് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ തേടാലോ. അപ്പോൾ അതിനിപ്പം മുൻകാലത്തിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അന്നേരക്ക് നമ്മളും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ പല ഉസ്താദുമാരെയും ആലിമീങ്ങളൊക്കെ തന്നെ നമ്മളെ ഈ രചനകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ കൂടുതൽ ഇപ്പോൾ നമ്മളെ ഈ പരിസരത്ത് തന്നെ ധാരാളം ആലിമീങ്ങളുണ്ടല്ലോ. നമ്മളെ കീശ്ശേരി എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റോട്ടം കാവനൂർ ഇങ്ങോട്ട് കൊണ്ടോട്ടി, ഇതിന് എല്ലാ ഭാഗങ്ങളും ഒരുപാട് ഉന്നതന്മാരായ ഉസ്താദന്മാരുണ്ട്. ഈ ബദർ മൗലിദൊക്കെ രചിക്കുമ്പോൾ നമ്മളൊന്ന് കാര്യമായിട്ട് പലയിടത്തും പോയാൽ ഇപ്പോൾ ഈ അറക്കൽ വീരാൻകുട്ടി മുസ്ലിയാർ മൂപ്പര് ബദരീങ്ങൾ വലിയൊരു മുഹിബാണ്. അത്തരം വിഷയത്തിൽ കുറേ നല്ല ഉപദേശങ്ങളൊക്കെ നൽകണ ആളുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മൂപ്പര് നമ്മൾ കണ്ടു. മൂപ്പര് കക്കിടിപ്പുറ പൂക്കർ മുസ്ലിയാർ, പൊന്നാനി അബ്ദുള്ള മുസ്ലിയാറിനെ വലിയ മശായിഖന്മാരൊക്കെ നല്ല ബന്ധമുള്ള ഒരാളുമാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരാളെ ബന്ധത്തിലൊരു ഉഷാറുമാണ്. അവിടെ തന്നെ നമ്മളെ സാദി ഉസ്താദ് ഉണ്ട് കാവനൂർ. സാദി ഉസ്താദ് നല്ല കിതാബിൽ കഴിവുള്ള ആളാണ്. മടവൂർ ശൈനാനെ കുറിച്ച് ആദ്യം മൗലൂദ് എഴുതിയാളാണ് മൂപ്പര്. കുത്തുബുല്ലാനെന്ന് അങ്ങനെ തെറ്റാ മൗലൂദിൻ്റെ പേര്. ബൈത്തുകളിലൊക്കെ നല്ല കഴിവുള്ള ആളാണ് സാദി ഉസ്താദ്. വലിയ ദർസുള്ള ആളാണ്. ഉസ്താദിനെ കാണിച്ചിരുന്നു. ഉസ്താദ് അതൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ എടുത്തു പറയാൻ നമ്മളെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഉസ്താദ് നമ്മളെ മഹലിൻ്റെ കാദിയാണ്. പിന്നെ അടുത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും കാണലും ബന്ധമുള്ളല്ലേ. തങ്ങൾ ഉസ്താദിനെ കാണിച്ച് നോക്കി നല്ല ചില ഉപദേശങ്ങളൊക്കെ അറിയിച്ച് ഈ വാറത്തിൻ്റെ കോർവയിൽ ചില കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കാവനൂർ മജ്മായിലൊക്കെ ഒരു ഉസ്താദായിരുന്ന നീലൻ മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെയാണ് മൂപ്പരെ പേരിൻ്റെ വഫാത്തായി പോയി. കാര്യമായ ആളായിനി. മൂപ്പരെ വീട്ടിൽ ചെന്ന് മൂപ്പരൊക്കെ ഈ നഹ്വ് ലോകത്ത് ഇതിലൊക്കെ നല്ല കഴിവുള്ള ഒരുപാട് അറിയാത്ത ആളുകളുണ്ടാവുമല്ലോ, നല്ല കനുള്ള ആളുകൾ. അങ്ങനെയൊക്കെ അന്ന് ഈ ഉസ്താദ് ഈ നീലൻ മുഹമ്മദ് മുസ്ലിയാർ സംസാരത്തിൻ്റെ ഇടയിൽ പല മഹാന്മാരെയൊക്കെ കണ്ട കഥകളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പലപ്പോഴും കണ്ടല്ലേ നിങ്ങൾ, അതിൽ കൂടുതൽ മനസ്സിൽ ഇടം പിടിച്ച ഒരാളാണ് അത് മടവൂരാണ് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ ആ സംഭാഷണമൊക്കെ ഓർക്കാം. അടുത്ത് 2-3 കൊല്ലം മുമ്പ് മൂപ്പര് മരണപ്പെട്ടു പോയി. പിന്നെ ഇതിൽ പ്രത്യേകം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഇതിലൊക്കെ നമ്മളെ സഹകരിച്ച് ഇങ്ങനത്തെ പല വിഷയത്തിനും. പിന്നെ മുഹമ്മദ് വാക്കവി ഉസ്താദ് മുണ്ടമ്പറമ്പ് അടുത്ത് മരണപ്പെട്ടു മൂപ്പര്. നമ്മുടെ സാവിയയിൽ ഷെയ്ഖുനാനെ കാണാനൊക്കെ വന്നിരുന്നു. എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞതാ, എനിക്ക് അവരെ കാണണം, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് മൂപ്പര വണ്ടി പോന്നിരുന്നു. എല്ലാ ഫന്നിലും നല്ല കഴിവുള്ള ആളായിരുന്നു. ഈ മൗലിദ് കിതാബ് നമ്മളെ എഴുതിയത് മൂപ്പര് 2-3 ദിവസമൊക്കെ അവിടെ വെച്ചിരുന്ന് പിന്നെ കൂടെ ഇരുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പലതും നല്ല, അങ്ങനെ അത് നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ ഇതിലൊക്കെ നമ്മളെ മശായിഖന്മാർ, പ്രത്യേകിച്ച് നമ്മളെ ഷെയ്ഖുന, അതിൻ്റെ എല്ലാ കാര്യത്തിലും ഇങ്ങനത്തെ എല്ലാ വിഷയങ്ങളും നോക്കും. അവരെല്ലാം നോക്കിയതിൻ്റെ ശേഷം ഷെയ്ഖുനാനെ പിന്നെ പ്രത്യേകം ഒന്ന് കാണിക്കും. ആദ്യം വിഷയങ്ങൾ അറിയിച്ച് അവരെ വിഷയം നേടും, ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ അവരെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒക്കെ ഒന്നും കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോവുക. എല്ലാം പൂർത്തിയാക്കി ഷെയ്ഖുന തന്നെ പിന്നെ അതിൻ്റെ സലാം ബൈത്തിലൊക്കെ ചില ഇങ്ങനെ വരണം അങ്ങനെ നിർദ്ദേശിച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ രൂപത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളല്ലേ, നമുക്ക് വലിയ സന്തോഷമാണല്ലോ.